ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം മന്ത്രി ഇസ്മായിൽ ഖത്തീബ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ബുധനാഴ്ച പുലർച്ചെ ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ മിസൈൽ ആക്രമണത്തിലാണ് ഖത്തീബ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ വധിക്കുന്ന മൂന്നാമത്തെ ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥനാണ് ഇസ്മായിൽ ഖത്തീബ്. ചൊവ്വാഴ്ച നടന്ന ആക്രമണങ്ങളിൽ ഇറാന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ലാരിജാനിയും ബസിജ് സേനാതലവൻ ഗുലാം റസ സുലൈമാനിയും കൊല്ലപ്പെട്ടിരുന്നു. ഇറാനിൽ ആർക്കും പരിരക്ഷയില്ല, എല്ലാവരും ലക്ഷ്യങ്ങളാണെന്ന് ഇസ്മായിൽ ഖത്തീബിന്റെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ലോകമെമ്പാടും ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതിൽ ഖത്തീബ് പ്രധാന പങ്ക് വഹിച്ചിരുന്നതായും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആരോപിച്ചു. ഖത്തീബിന്റെ മരണവാർത്തയിൽ ഇറാൻ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ അലി ലാരിജാനിയുടെ വധത്തിന് പ്രതികാരമായി ബുധനാഴ്ച രാവിലെ ഇറാൻ ഇസ്രായേലിലെ ടെൽ അവീവിന് നേരെ വ്യാപകമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. 2021 ഇസ്മായിൽ ഖത്തീബ് ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രിയായി ചുമതലയേറ്റത്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിലും വിദേശ ചാരപ്രവർത്തനങ്ങൾ തടയുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാന്റെ സുപ്രധാന നേതൃനിരയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾ മേഖലയെ വലിയൊരു സ്ഫോടനാത്മക സാഹചര്യത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്.